മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ രണ്ടാമത്തെ സെഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. അതിനകത്ത് നമ്മൾ DNA ഡിസ്കവർ ചെയ്ത് എങ്ങനെയാണെന്നും DNA കുറേ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയുന്നത്. DNA ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണെന്നും ഈ DNA അസിഡിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഈ DNA ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് കാണുന്നതെന്നും ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് ഫ്രെഡറിക് മീഷർ എന്ന സയൻറ്റിസ്റ്റ് 1869-ലാണ്. അദ്ദേഹം ഈ അസിഡിക് സബ്സ്റ്റൻസിനെ ന്യൂക്ലിയൻ എന്നാണ് വിളിച്ചത്. ചില ടെക്നിക്കൽ ലിമിറ്റേഷൻസ് കൊണ്ട് ഈ ഇത്രയും വലിയ ലോങ് പോളിമറിനെ നമുക്കറിയാലോ വളരെ വലുതാണ്, 6.6 × 10⁻⁶ ബേസ് പെയർസ് ആണ് ഇൻടാക്റ്റ് DNA ഹ്യൂമൻ സെൽ എന്ന് പറയുന്നത്. അത്രയും വലിയ പോളിമറിനെ ഇൻടാക്റ്റ് ആയിട്ട് എലൂസിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻടാക്റ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ എലൂസിഡേഷൻ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് DNA റിമെയിൻഡ് എലൂസീവ് ഫോർ എ വെരി ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് ഇങ്ങനെയൊരു ന്യൂക്ലിയൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫ്രെഡറിക് മീഷർ 1869 തന്നെ കണ്ടുപിടിച്ചതാണ്. പക്ഷേ ഈ ന്യൂക്ലിയൻ എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡ് വളരെ വലിയ പോളിമർ ആയതുകൊണ്ട്, ലോങ് പോളിമർ ആയതുകൊണ്ട് അതങ്ങനെ തന്നെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായി. അതേപോലെ തന്നെ ആ DNA സ്ട്രക്ചറും കണ്ടുപിടിക്കാൻ, എക്സാക്റ്റ് സ്ട്രക്ചറും കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമെടുത്തു. ഇനി 1953 ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്കാണ് ആദ്യമായിട്ട് DNA സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്ത്, അതായത് DNA സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തത്. അവർ DNA സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തത് മോറിസ് വിൽക്കിൻസ് ആൻഡ് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എന്നീ രണ്ട് സയൻറ്റിസ്റ്റ് ഈ DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്തു. ആ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ വാട്സണും ക്രിക്കും കൂടി കൂടിയിട്ട് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA പ്രപ്പോസ് ചെയ്ത്. ഈ ഡബിൾ ഹെലിക്സ് മോഡൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ്. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഈ പക്ഷേ ഇത് വളരെ സിമ്പിൾ മോഡലാണെങ്കിൽ പോലും അതാണ് ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ് DNA സ്ട്രക്ചറിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഇതിൻ്റെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ ഏറ്റവും വലിയ ഹോൾമാർക്ക് എന്ന് പറയുന്നത് ആ ബേസ് പെയറിങ്ങിൻ്റെ പ്രപ്പോസിഷനാണ്. അതായത് രണ്ട് സ്ട്രാൻഡ്സ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോംപ്ലിമെൻ്ററി ബേസസ് തമ്മിൽ പെയർ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ആ ബേസ് പെയറിംഗ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഹോൾമാർക്ക് ഓഫ് ദർ പ്രൊപ്പോസിഷൻ വാസ് ബേസ് പെയറിംഗ് ബിറ്റ്വീൻ ദ ടു സ്ട്രാൻഡ്സ് ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. എന്നിരുന്നാലും ഈ പ്രൊപ്പോസിഷൻ അത് എർവിൻ ചാർഗോഫ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ ഒബ്സർവേഷനിലാണ് ആ പ്രൊപ്പോസിഷൻ കറക്റ്റായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞത്. എർവിൻ ചാർഗോഫ് പറഞ്ഞത് അതിൻ്റെ കോംപ്ലിമെൻറ്റാരിറ്റീനെ കുറിച്ചിട്ടാണ്. എർവിൻ ചാർഗോഫ് എന്താ പറഞ്ഞതെന്നറിയോ? അഡിനിൻ എത്രയുണ്ടോ അത്രയും തൈമിനുണ്ട്. അതായത് അഡിനിൻ തൈമിൻ റേഷ്യോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. അതുപോലെ ഗ്വാനിൻ സൈറ്റോസിൻ റേഷ്യോ 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അഡിനിൻ പ്ലസ് ഗ്വാനിൻ ആൻഡ് തൈമിൻ പ്ലസ് സൈറ്റോസിൻ ഇതിൻ്റെ റേഷ്യോ എടുത്താലും 1 തന്നെയായിരിക്കും. അഡിനിനും ഗ്വാനിനും കൂടെ കൂട്ടി അതിനെ തൈമിനും സൈറ്റോസിൻ്റെയും സമ്മം കൂടെ കൂടിയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 എന്ന വാല്യൂ ആയിരിക്കും. ഇത് എർവിൻ ചാർഗോഫ് കൊണ്ടുവന്ന ഒരു പ്രപ്പോസലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ബേസ് പെയറിംഗ് ബിറ്റ്വീൻ ദ കോംപ്ലിമെൻ്ററി ബേസസ് ഓൾറെഡി പറഞ്ഞെങ്കിൽ പോലും അവിടെ ആ ഒരു ബേസ് പെയറിൻ്റെ പ്രപ്പോസിഷൻ അത് ശരിക്കും മനസ്സിലാക്കിയത് എർവിൻ ചാർഗോഫ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ ഒബ്സർവേഷൻ പ്രകാരമാണ്. അദ്ദേഹമാണ് കണ്ടുപിടിച്ചത് എത്ര അഡിനിൻ ഉണ്ടോ അത്രയും തൈമിനുണ്ട്, എത്ര ഗ്വാനിൻ ഉണ്ടോ അത്രയും സൈറ്റോസിൻ ഉണ്ടെന്ന്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡിനിൻ തൈമിനുമായിട്ട് പെയർ ചെയ്യും, ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. DNA as an acidic substance present in nucleus was first identified by Frederick Mishar in 1869. He named it as nuclein. However, due to technical limitations in isolating such a long polymer intact, the elucidation of structure of DNA remained elusive for a very long period of time. It was only in 1953 that James Watson and Francis Crick, based on the X-ray diffraction data produced by Maurice Wilkins and Rosalind Franklin, proposed a very simple but famous double helix model for the structure of DNA. One of the hallmark of their proposition was base pairing between the two strands of polynucleotide chain. However, this proposition was also based on the observation of Erwin Chargaff that for a double-stranded DNA, the ratio between adenine and thymine and guanine and cytosine are constant and equal 1.
ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. ഈ ബേസ് പെയറിംഗ് ആണ്, അത് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ്റെ ഒരു യുണീക്ക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് കേട്ടോ. ആ ബേസ് പെയറിംഗ് ബേസസ് കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ, രണ്ട് കോംപ്ലിമെൻ്ററി ബേസസ് ഉള്ളത് കൊണ്ട് അവർക്ക് ബേസസ് തമ്മിൽ പെയർ ചെയ്യാനും ആ ബേസസ് തമ്മിൽ പെയർ ചെയ്യുന്നത് കൊണ്ട് രണ്ട് സ്ട്രാൻഡ് ഒരു എന്താ പറയുക ഒരു പർട്ടിക്കുലർ അലൈൻമെൻറ്റിൽ കാണാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഒരു സ്ട്രാൻഡ് ഈ DNA ഒരു സ്ട്രാൻഡിൻ്റെ ബേസിസ് നമുക്ക് അറിയാമെങ്കിൽ അടുത്ത ഓപ്പോസിറ്റ് സ്ട്രാൻഡിൻ്റെ ബേസിസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. കാരണം അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന ആ ഒരു ഓർഡറിലാണ് പോകുന്നതെങ്കിൽ തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ എന്ന് നമുക്ക് ഇപ്പുറത്തെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് അല്ലെങ്കിൽ ആ പോളിന്യൂക്ലിയോടൈഡ് സീക്വൻസ് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നേ ഉള്ളൂ. അത് അതിൻ്റെ കോംപ്ലിമെൻ്റാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രാൻഡ് DNA ഉണ്ടെങ്കിൽ ആ ഒരു സ്ട്രാൻഡ് DNA പേരൻ്റൽ DNA ആയിട്ട് ആക്ട് ചെയ്ത് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് DNA ആയിട്ട് ആക്ട് ചെയ്ത് അതുമേലൊരു പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാൻ കഴിയും. ഈ രണ്ട് ഡബിൾ സ്ട്രാൻഡ് DNA ഉണ്ടാവുമ്പോൾ അതിന് നമ്മൾ ഡോട്ടർ DNA എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ DNA പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ DNA ഒരു പുതിയ DNA പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്യുക ഒരു DNA സ്ട്രാൻഡ് എന്ന് പറയുന്നത് ദാ ഈ കാണുന്നതാണ്. ഒരു DNA സ്ട്രാൻഡ് എന്ന് പറയുന്നത് ദാ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് ദ DNA നമ്മൾ എടുത്താൽ ഇതാണ് ഒരു DNA സ്ട്രാൻഡ്. ഈ DNA സ്ട്രാൻഡ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിലാണ് കാണാം. ഈ DNA സ്ട്രാൻഡിൻ്റെ ഓരോ സ്ട്രാൻഡും പേരൻ്റൽ സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു പേരൻ്റായിട്ട് ആക്ട് ചെയ്യുകയും ഇത് അടുത്ത പേരൻ്റൽ സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്താൽ ഇതിനകത്തൊരു പുതിയ ഡോട്ടർ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പുതിയ സ്ട്രാൻഡ്സ് കിട്ടിയില്ലേ, രണ്ട് പുതിയ DNA കിട്ടി ഇവിടുന്ന് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലിമെൻ്റാരിറ്റി ഉള്ളത് കൊണ്ടാണ് ഈസി ആയിട്ട് പേരൻ്റൽ സ്ട്രാൻഡും ഒരു ഡോട്ടർ സ്ട്രാൻഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഈ ഒരു DNA സ്ട്രാൻഡ് പോലെ തന്നെയാണ് ഈ DNA സ്ട്രാൻഡും, ഇതേപോലെ തന്നെ സ്ട്രാൻഡാണ് ഈ സ്ട്രാൻഡ്. അപ്പോൾ ഈ DNA സ്ട്രാൻഡ് പേരൻ്റൽ സ്ട്രാൻഡിനെ പോലെ തന്നെ ഇരിക്കുന്ന രണ്ട് ഡോട്ടർ DNA സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും ബിക്കോസ് ഓഫ് ദ കോംപ്ലിമെൻ്റാരിറ്റി ഓഫ് ദ ടു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ കേട്ടോ. ഇനി ഇതൊക്കെ കൊണ്ട് തന്നെ ജനറ്റിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് DNA ബിക്കെയിം വെരി ക്ലിയർ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചർ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫും കൂടി വായിച്ചു നോക്കാം. ദ ബേസ് പെയറിംഗ് കൺഫേഴ്സ് എ വെരി യൂണിക് പ്രോപ്പർട്ടി ഓഫ് ദ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ദേ ആർ സെഡ് ടു ബി കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആൻഡ് therefore if the sequence of bases in one strand is known then the sequence in other strand can be predicted. Also if each strand from a DNA, let us call it as a parental DNA, act as a template for synthesis of a new strand, the two double-stranded DNA, let us call them as daughter DNA, thus produced would be identical to the parental DNA molecule. Because of this, the genetic implications of the structure of DNA became very clear. ഇനി ഇതിൻ്റെ DNAയുടെ കുറേ സലിയൻ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. ഈ DNA ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ കൊണ്ടാണ്. അവിടെ ബാക്ക് ബോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഷുഗറും ഫോസ്ഫേറ്റുമാണ് ബാക്ക് ബോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നൈട്രജൻ ബേസസ് ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും ഉള്ളത്. അതേപോലെ രണ്ട് ചെയിൻസും, അതായത് രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിനും ആൻറ്റി പാരലൽ പൊളാരിറ്റി ഉള്ളതാണ്. അതായത് ഒരെണ്ണം 5' 3' ഡയറക്ഷനിൽ റൺ ചെയ്യുന്നതാണെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് 3' 5' ഡയറക്ഷനിലായിരിക്കും റൺ ചെയ്യുന്നത്. നമ്മൾ ഡയഗ്രാം വെച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ലായിരുന്നോ കഴിഞ്ഞ സെഷനിൽ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ സെഷൻ ഒന്നും കൂടെ എടുത്ത് നോക്കിക്കൊള്ളാം കേട്ടോ. നെക്സ്റ്റ്, ദ ബേസസ് ഇൻ 2 സ്ട്രാൻഡ്സ് ആർ പെയർഡ് ത്രൂ ഹൈഡ്രജൻ ബോണ്ട്. അതായത് അഡിനിനും, തൈമിനും, ഗ്വാനിനും, സൈറ്റോസിനും കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബേസസ് തമ്മിൽ പെയർ ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. ഈ ഹൈഡ്രജൻ ബോണ്ട് അഡിനിൻ്റെയും തൈമിൻ്റെ ഇടയ്ക്ക് 2 എണ്ണവും ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെ ഇടയ്ക്ക് 3 എണ്ണം ആണ് കാണുക. അതുകൊണ്ട് തന്നെ ഗ്വാനിൻ സൈറ്റോസിൻ ബോണ്ട് കുറച്ച് സ്ട്രോങ് ആയിരിക്കും ആസ് കമ്പയർഡ് ടു AT ബേസ് പെയർ. ഇത് ഈ എപ്പോഴും പ്യൂരിൻ്റെ ഓപ്പോസിറ്റാണ് പിരിമിഡിൻ വരിക. പ്യൂരിൻ എന്ന് പറയുന്നത് ഒരു ഡബിൾ റിംഗ് സ്ട്രക്ചറാണ്. പ്യൂരിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും അറിയോ? ഇതാണ് ഒരു പ്യൂരിൻ സ്ട്രക്ചർ കേട്ടോ.
ഇനി പിരിമിഡിൻ വന്നിട്ട് ഒരു സിംഗിൾ റിംഗ് സ്ട്രക്ചറാണ്. എപ്പോഴും ഒരു പ്യൂരിൻ പിരിമിഡിനായിട്ട് അല്ലെങ്കിൽ ഒരു പിരിമിഡിൻ പ്യൂരിനായിട്ടേ ബോണ്ട് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ, DNA ഹെലിക്സ് DNA ബാക്ക് ബോൺ ഇങ്ങനെ കാണുന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ബേസസ്, ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന ഈ ബേസസ് ഉണ്ടല്ലോ, ഈ ബേസസ് എപ്പോഴും ഒരു 3 റിംഗ് ആയിരിക്കും ഈ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നത്. ആ 3 റിംഗ് എവിടെ നിന്ന് വരുന്ന പ്യൂരിൻ്റെയും പിരിമിഡിൻ്റെയും ബേസ് പെയറിംഗ് വഴി ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇത് ഈ ബിക്കോസ് ഓഫ് ദിസ് പ്യൂരിൻ പിരിമിഡിൻ ബേസ് പെയറിംഗ് ഇറ്റ് ജനറേറ്റ് അപ്രോക്സിമേറ്റ്ലി യൂണിഫോം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 സ്ട്രാൻഡ്സ് ഓഫ് ദ ഹെലിക്സ്. ഈ രണ്ട് ഹെലിക്സിൻ്റെ ഇടയിൽ യൂണിഫോം ഡിസ്റ്റൻസ് ഉണ്ടാവാനുള്ള കാരണം ഈ പ്യൂരിൻ പിരിമിഡിൻ ബേസ് പെയർസാണ്. പ്യൂരിൻ പിരിമിഡിൻ പെയർ ചെയ്യുമ്പോൾ 3 റിംഗ് ആണ് ഒരു DNA ഹെലിക്സിൻ്റെ ഉള്ളിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് ഫിഗർ 6.2-ൽ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 6.2 ഇതവിടെ നെക്സ്റ്റ് പേജിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ അഡിനിനും തൈമിനും തമ്മിൽ പെയർ ചെയ്തിട്ടുണ്ട്, അഡിനിനും തൈമിനും തമ്മിൽ പെയർ ചെയ്തിട്ടുണ്ട്, ഗ്വാനിനും സൈറ്റോസിനും പെയർ ചെയ്തിട്ടുണ്ട്, ഗ്വാനിനും സൈറ്റോസിനും പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡിനിനും തൈമിനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടും 2 ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ട്സും ഉണ്ടാക്കിയേക്കുന്നതൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ ഈ അഡിനിന് 2 റിങ്ങും തൈമിന് 1 റിങ്ങും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 3 റിങ് ആയിരിക്കും ഈ ഭാഗത്തുണ്ടാവുക. ഇവിടെ അഡിനിന് 2 എണ്ണം, തൈമിന് 1 എണ്ണം, 3 റിങ്. ഗ്വാനിൻ 2 റിങ്, സൈറ്റോസിൻ 1 റിങ്. അപ്പോൾ അവിടെ 3 റിങ്സ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. അതുപോലെ സൈറ്റോസിനും ഗ്വാനിനും എല്ലാം 3 റിങ്സാണ് ഉണ്ടാവുക. അങ്ങനെ ഈ പ്യൂരിനും പിരിമിഡിനും ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ട് അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും യൂണിഫോം ആയിരിക്കും. അതായത് 2 നാനോമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 2 നാനോമീറ്റർ ആണ്. 2 നാനോമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, 2 നാനോമീറ്റർ. 1 നാനോമീറ്റർ എന്ന് പറയുന്നത് 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁻⁹ മീറ്റർ ആണ്. 1 ബില്യൺത്ത് ഓഫ് എ മീറ്റർ എന്നാണ്. ഒരു മീറ്ററിൻ്റെ 100 കോടിയിൽ 1 അതാണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. കണ്ടോ എത്ര ചെറുതാന്ന് നോക്കിക്കേ. അപ്പോൾ അങ്ങനെയായിരിക്കും ഈ പറയുന്ന DNA-യുടെ അറേഞ്ച്മെൻറ്റ്. ഇനി 2 ചെയിൻസും റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് കോയിൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇതവിടെ DNA കോയിൽ ചെയ്തേക്കുന്ന ഒരു സ്ട്രക്ചർ കണ്ടോ, ഇതുണ്ടോ, ഇത് റൈറ്റ് ഹാൻഡഡ് ഡയറക്ഷനിലാണ് കോയിൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇതാ ഇങ്ങനെയാണ് കോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ ടേൺസ് ആണ് ഇതുണ്ടാക്കുന്നത്. അതേപോലെ ഓരോ ഹെലിക്കൽ ടേണിലും 3.4 നാനോമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്. അതായത് ഒരു ഹെലിക്കൽ ടേൺ എന്ന് പറയുന്നത് ഇതൊരു സ്പൈറൽ സ്റ്റെയർ കേസ് പോലെയാണ്. അപ്പോൾ സ്പൈറൽ സ്റ്റെയർ കേസ് 360 ഡിഗ്രി തിരിയുമ്പോൾ അതൊരു കംപ്ലീറ്റ് ഹെലിക്കൽ ടേൺ ആയി. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഹെലിക്കൽ ടേൺ എന്ന് പറയുന്നത് ഇത്രയും ആണ്. ഇത്രയും ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. അതേപോലെ തന്നെ 2 ബേസ് പെയറിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇതൊരു ബേസ് പെയറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ്. ഇത് 0.34 നാനോമീറ്റർ ആണ്. 0.34 നാനോമീറ്റർ ആണ്. ഒരു കംപ്ലീറ്റ് ഹെലിക്കൽ ടേണിൽ ഇവിടെ മുതൽ ഇവിടം വരെ 10 ബേസ് പെയർസ് ആയിരിക്കും ഉണ്ടാവുക. 10 ബേസ് പെയർ ആയിരിക്കും ഈ കംപ്ലീറ്റ് ഹെലിക്കൽ ടേണിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പിച്ച് ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. 1 ബില്യൺത്ത് ഓഫ് എ മീറ്റർ ആണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു മീറ്ററിൻ്റെ 100 കോടിയിൽ 1 ആണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. അതിൽ ഓരോ ഹെലിക്കൽ ടേണിലും 10 ബേസ് പെയർ ഉണ്ടാവും. ഓരോ ഹെലിക്കൽ ടേണിലും നമുക്ക് 10 ബേസ് പെയർ ആണ് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ 2 ബേസ് പെയറിൻ്റെ ഇടയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 0.34 നാനോമീറ്റർ ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ 1 ബേസ് പെയർ വേറൊരു നെക്സ്റ്റ് ബേസ് പെയറിൻ്റെ മേലെ സ്റ്റാക്ക് ചെയ്ത രീതിയിലായിരിക്കും കാണുക. അതായത് DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിലുണ്ടല്ലോ ബേസ് പെയർസ് ഇങ്ങനെ സ്റ്റാക്കിംഗ് അപ്പിയറൻസാണ് കാണുക. അതെങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതെന്നറിയോ? ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ 2 DNA സ്ട്രാൻഡിൻ്റെ ഇടയിൽ ബേസ് പെയർസ് അറേഞ്ച് ചെയ്തേക്കുന്നതായി ഈ ഒരു ഫോമിലാണ്. ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇനി അടുത്ത ഇതിനകത്ത് ബേസ് പെയർ അറേഞ്ച് ചെയ്തേക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇതിനാണ് ഒരു ഗ്യാപ്പ് പോലും ഇടാതെ അവിടെ ബേസ് പെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുമ്പോൾ എന്താവും? ബേസ് സ്റ്റാക്കിംഗ് അപ്പിയറൻസാണ്. ഇനിയിപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ബോണ്ട് പൊട്ടിപ്പോയി എന്നിരിക്കട്ടെ, ഇത് പൊട്ടിപ്പോയാൽ എളുപ്പമൊന്നും ഇതിനെ സെപ്പറേറ്റ് ആക്കാൻ കഴിയില്ല. കാരണം എന്താ, ഈ ബേസിൻ്റെ ഓരോ അറ്റവും, അതായത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതൊന്നിൻ്റെ ഉള്ളിലേക്ക് സ്റ്റാക്ക്
പാക്ക് ചെയ്ത രീതിയിലാണ്, ഒന്നിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ്, പെട്ടെന്ന് അത് പൊട്ടിപ്പോരില്ല. അതാണ് ആ ബേസ് സ്റ്റാക്കിംഗ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടും ബേസ് സ്റ്റാക്കിംഗ് അപ്പിയറൻസും കൂടി കൂടിയിട്ടാണ് ഈ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിന് അത്രയും സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് കേട്ടോ. സോ ഹിയർ ദ പ്ലെയിൻ ഓഫ് ദ ബേസ് പെയർ സ്റ്റാക്ക് ഓവർ ദ അതർ ഇൻ ഡബിൾ ഹെലിക്സ്. ഈ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഒപ്പം ഹെലിക്കൽ സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഈ ബേസ് സ്റ്റാക്കിംഗ് കൂടിയിട്ടാണ് കേട്ടോ. ഇനി പ്യൂരിൻ്റെയും പിരമിഡിൻ്റെയും സ്ട്രക്ചർ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്യൂരിനിൽ 2 റിങ്ങും പിരമിഡിൽ 1 റിങ്ങും ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഒരു DNA ഉള്ളിൽ, ഒരു DNA ഡബിൾ ഹെലിക്സിൻ്റെ ഉള്ളിൽ എപ്പോഴും 3 റിങ് ഒരുമിച്ചാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഇൻ എ DNA റിമെയിൻ ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. അതായത് 2 നാനോമീറ്റർ ആയിരിക്കും മിക്കവാറും അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രപ്പോസിഷൻ ഓഫ് എ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഫോർ DNA ആൻഡ് ഇറ്റ് സിംപ്ലിസിറ്റി ഇൻ എക്സ്പ്ലെയിനിങ് ദ ജനറ്റിക് ഇംപ്ലിക്കേഷൻ became revolutionary. അത് പതുക്കെ അത് പ്രോഗ്രസ് ആവാൻ തുടങ്ങി. അതായത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ പ്രൊപ്പോസിഷനും അതുപോലെ തന്നെ ജനറ്റിക് ഇംപ്ലിക്കേഷൻസ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളായി തുടങ്ങി ഇതിൻ്റെ ഓരോരോ കണ്ടുപിടുത്തങ്ങളും ചെയ്തതോടുകൂടി. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഫ്രാൻസിസ് ക്രിക്ക് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി പ്രപ്പോസ് ചെയ്തു. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി എന്നതിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ DNA റിപ്ലിക്കേഷൻ നടന്നിട്ട് DNA ഫോം ചെയ്യും. അതുപോലെ തന്നെ DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് ഒരു mRNA ഫോം ചെയ്യും. mRNA ട്രാൻസ്ലേഷൻ നടന്നിട്ട് പ്രോട്ടീനും ഫോം ചെയ്യും. ഇതാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി ഈസി ആയിട്ട് പ്രപ്പോസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ പറയുന്ന സിംപ്ലിസിറ്റി ഓഫ് സ്ട്രക്ചർ ഇൻ DNAയുടെ ആ സിമ്പിൾ സ്ട്രക്ചർ, കോംപ്ലിമെൻറ്റാരിറ്റി ഒക്കെ വളരെ ഈസി ആയിട്ട് കാണത്തക്ക രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറയുന്ന സെൻട്രൽ ഡോഗ്മയൊക്കെ ഒരു കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ഇനി ചില വൈറസസിൽ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും, അതായത് RNA-ന്ന് DNA-യിലേക്കായിരിക്കും. അങ്ങനത്തെ ടൈപ്പ് പ്രോസസ്സിന് നമ്മൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുക. ആ ഒരു പ്രോസസ്സിന് നമ്മൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതൊന്ന് വായിച്ചു നോക്കാം. The salient features of the double helix structure of DNA are as follows. It is made of 2 polynucleotide chains where the backbone is constituted by sugar phosphate and the base project inside. The 2 chains have anti-parallel polarity. It means if one chain has the polarity 5', 3', the other has 3', 5' polarity. The bases in 2 strands are paired through hydrogen bonds. Hydrogen bond forming base pairs. Adenine forms 2 hydrogen bond with the thymine from opposite strand and vice versa. Similarly, guanine is bonded with the cytosine with the 3 hydrogen bonds. As a result, always a purine comes opposite to pyrimidine. This generates approximately uniform distance between the 2 strands of the helix. The 2 chains are coiled in a right-handed fashion. The pitch of the helix is 3.4 nanometer. A nanometer is 1 billionth of a meter, that is 10⁻⁹ meter. And there are roughly 10 base pairs in each helical turns. Consequently, the distance between a base pair in a helix is approximately 0.34 nanometer. The plane of one base pair, stacks over the other in double helix. This, in addition to hydrogen bond, confers stability to the helical structure. Compare the structure of a purine and pyrimidine. Can you find out why the distance between the 2 polynucleotide chains in DNA remain almost constant? The proposition of a double helix structure for DNA and its simplicity in explaining the genetic implication became revolutionary. Very soon, Francis Crick proposed the central dogma in molecular biology, which states that the genetic information flow from DNA to RNA to protein. DNA undergo replication to produce the DNA. This DNA, for expression, it will undergo transcription to form mRNA. mRNA undergo translation process for the formation of a protein. അതിനെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില വൈറസസിൽ ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഈസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ, അതായത് DNA-ന്ന് RNA-യിലേക്ക് പോകുന്നതിന് പകരം RNA to DNA ആയിരിക്കും പോകുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ്. ഇതിന് പറയുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും മതി ഈ ഒരു സെഷനിൽ. പാക്കേജിംഗ് ഓഫ് DNA ഹെലിക്സ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ